നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ്. ഇതിലാദ്യമായി വരുന്നതാണ് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇതിൽ സിമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ ഈക്വൽ ടു ആണ്. സോ രണ്ട് വാല്യൂസ് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു. സോ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ രണ്ട് വേരിയബിൾ var a ഈക്വൽ ടു 10 അതുപോലെ var b ഈക്വൽ ടു 20 എന്ന് കൊടുക്കുന്നു. ശേഷം ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫംഗ്ഷൻ കൊടുത്ത ശേഷം എയും ബിയും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എ ഡബിൾ ഈക്വൽ ടു ബി എന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം എയും ബിയും തുല്യമല്ല. സോ എയുടെ വാല്യൂ ഞാൻ ഇനി 20 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ കമ്പാരിസൺ ഓപ്പറേറ്റർ. സോ നമ്മൾ രണ്ട് വാല്യൂസ് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡബിൾ ഈക്വൽ ടു ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. തുല്യമാണെങ്കിൽ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു, അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. സോ ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ഈക്വൽ ടു ഓപ്പറേറ്റർ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ 3 ഈക്വൽ ടു ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടി അത് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഡാറ്റ ടൈപ്പ് കൂടി സെയിം ആണെങ്കിൽ വാല്യൂയും അതുപോലെ ഡാറ്റ ടൈപ്പും സെയിം ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഉദാഹരണമായി എ ട്രിപ്പിൾ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. സോ എയുടെ വാല്യൂ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരും. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഞാൻ എയുടെ വാല്യൂ വീണ്ടും 20 കൊടുക്കുന്നു. ശേഷം ഇതിനെ ഒരു സ്ട്രിങ് ആക്കി മാറ്റുന്നു. നമുക്കറിയാം ഡബിൾ കോട്ടിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയി മാറുന്നതാണ് അതിൻ്റെ ടൈപ്പ്. ഇപ്പോൾ var എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ്ങും var b എന്ന് പറയുന്നത് നമ്പറുമാണ്. സോ ഇനി നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ, അതായത് ഡബിൾ ഈക്വൽ ടു ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. ആക്ച്വലി ഇതിൻ്റെ വാല്യൂ സെയിം ആണ്. സോ നമ്മൾ വാല്യൂ വൈസ് നോക്കുമ്പോൾ ഇത് സെയിം ആണ്. സോ നമ്മൾ ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുമ്പോൾ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. എന്നാൽ നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ബിയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പറാണ്. സോ നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കുമ്പോൾ, അതായത് ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ രണ്ട് വാല്യൂസും സെയിം ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും സെയിം ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഉദാഹരണമായി നമ്മൾ ബിയിനെയും നമ്മൾ സ്ട്രിങ് ആക്കി മാറ്റുകയാണെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇതാണ് ഐഡൻറ്റിക്കൽ ഓപ്പറേറ്ററും ഈക്വൽ ടു ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഐഡൻറ്റിക്കൽ ഓപ്പറേറ്ററിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് കൂടി സെയിം ആണെന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ വരുന്നത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. സോ നമ്മൾ എഴുതുന്നത് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളാണ്. സോ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയോട് തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണിത്. ഉദാഹരണമായി ഞാൻ വീണ്ടും ഇവിടെ നമ്പർ തന്നെ ആക്കുന്നു, A20. ശേഷം ഞാൻ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. സോ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സംഖ്യയും തുല്യമല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു, തുല്യമാണെങ്കിൽ ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് സംഖ്യയും തുല്യമാണ്. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ നമുക്ക് ഒന്ന് മാറ്റി നോക്കാം. എയുടെ വാല്യൂ നമ്മൾ 10 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. പിന്നെ വരുന്നത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. അതുപോലെ ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പിളാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ അല്ലെങ്കിൽ ഒരു വാല്യൂ മറ്റൊരു വാല്യൂവിനേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ലെസ് ദാൻ സിമ്പിൾ. ഇത് രണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം എ ബിയേക്കാൾ കുറവാണ്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്തത് എ ബിയേക്കാൾ കൂടുതലാണോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. സോ അതുപോലെ നമുക്ക് എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ലെസ് ദാൻ ബി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം ഇപ്പോൾ ഇവിടെ എ ബിയേക്കാൾ കുറവാണ്. സോ നമ്മൾ ചെക്ക് ചെയ്തതും എ ബിയേക്കാൾ കുറവാണോ എന്നാണ്. പിന്നെ ഇനി വരുന്ന അടുത്ത രണ്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്ററാണ്. സോ ഇതിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ആണോ എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഒരു വാല്യൂ മറ്റൊരു വാല്യൂവിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ അതേ വാല്യൂ ആണെന്നോ രണ്ട് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടുവിലും അതുപോലെ തന്നെ ലെസ് ദാൻ ഈക്വൽ ടുവിലേക്ക് വരികയാണെങ്കിൽ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ കുറവാണോ അല്ലെങ്കിൽ അതേ സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമുക്ക് ഈ രണ്ട് ഓപ്പറേറ്റർ വെച്ച് നമ്മുടെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മൾ എ ബി എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ആദ്യമായി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് ചെക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. കാരണം എ ബിയേക്കാളും കൂടുതലല്ല, അതുപോലെ എ ബിയും തുല്യവുമല്ല. സോ നമ്മൾ എയുടെ വാല്യൂ 20 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു. അതുപോലെ എയുടെ വാല്യൂ 25 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു.
നമുക്ക് രണ്ട് കണ്ടീഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് ട്രൂ ലഭിക്കുന്നു. എ ബിയേക്കാൾ കൂടുതലാണെങ്കിലും എയും ബിയും തുല്യമാണെങ്കിലും നമുക്ക് ഇതുപോലെ ട്രൂ ലഭിക്കുന്നു. സെയിം ആണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എ ബിയേക്കാൾ കുറവാണോ അല്ലെങ്കിൽ എയും ബിയും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. ഇപ്പോൾ എ ബിയേക്കാൾ കൂടുതലാണ്. സോ എയുടെ വാല്യൂ 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു. അതുപോലെ എയുടെ വാല്യൂ 10 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ട്രൂ ലഭിക്കുന്നു. കാരണം ഇവിടെ ചെക്ക് ചെയ്തത് എ ബിയേക്കാൾ കുറവാണോ അതോ എയും ബിയും തുല്യമാണോ എന്നാണ് ചെക്ക് ചെയ്തത്. ഇതാണ് പ്രധാനപ്പെട്ട കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്.